സീനിയർ നേതാവ് വി മുരളീധരൻ 24-നൊപ്പം ഉണ്ട്. അദ്ദേഹം കഴക്കൂട്ടത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MLA ആണ്. അതാ പുതിയ നിയോഗം MLA അങ്ങ് നിയമസഭയിലേക്ക് എത്തുന്നു. ഈ നിമിഷം എങ്ങനെയാണ് അങ്ങ് വിവരിക്കുന്നത്? തീർച്ചയായിട്ടും കേരളത്തിലെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ചുമതല ആയിട്ടാണ് ഈ നിയമസഭാ അംഗം എന്നുള്ള ചുമതലയെ കാണുന്നത്. അതിന് പിന്തുണ നൽകിയ കഴക്കൂട്ടത്തെ ജനങ്ങളോട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം എന്നോട് ഒപ്പം പ്രവർത്തിച്ച് ഈ വിജയം നേടാൻ കഠിനാധ്വാനം ചെയ്ത കഴക്കൂട്ടത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ പ്രസ്ഥാനങ്ങളുടെയും മുഴുവൻ പ്രവർത്തകരുടെയും ആ കഠിനാധ്വാനത്തിന് മുന്നിലും ഞാൻ നമസ്കരിക്കുന്നു. 428 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. പക്ഷേ പ്രവർത്തകരുടെ ആവേശം 42,000-ലധികം ഭൂരിപക്ഷം എന്നുള്ള പോലെയാണ്. 42,000-ന്റെ പ്രാധാന്യമുള്ള ഭൂരിപക്ഷമാണ് 428. നിയമസഭയിൽ എങ്ങനെ, അതായത് പ്രതിപക്ഷത്തിന്റെ റോള് BJP ഏറ്റെടുക്കാനാണോ? BJP പ്രതിപക്ഷമാണ്, ഭരണപക്ഷമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഭരണപക്ഷവുമായിട്ട് ഞങ്ങളുടെ നിലപാട് ഒരു പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം നിർവഹിക്കുക എന്നുള്ളതായിരിക്കും. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിർവഹിക്കും. ശക്തമായ ബ്ലോക്കായി നിലകൊള്ളും. തീർച്ചയായിട്ടും ഞങ്ങളുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കും. കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളും. വികസന കാര്യങ്ങളിൽ ഞങ്ങൾ രാഷ്ട്രീയം കലർത്തില്ല. എന്നാൽ വിയോജിക്കേണ്ട സന്ദർഭങ്ങളിൽ ശക്തമായിട്ട് വിയോജിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.